الحمد لله الواحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في صفاته، واحد في ذاته، واحد في أسماعه، واحد في أفعاله، ليس كمثله شيئا وهو السميع البصير. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله، وأصدق السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وفي روايته وكل ضلالة في النار. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. لا يستوي أصحاب النار وأصحاب الجنة هم الفائزون. ആദരണീയരായ സത്യവിശ്വാസികളെ, ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവ്വലോകങ്ങളുടെയും നിയന്താവും സംരക്ഷകനും സർവാധിപതിയുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ നിയമാവലികളെ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് കഴിയുന്നത്ര സൂക്ഷ്മതയുള്ളവരായി ഏറ്റവും നല്ല മുഅ്മിനീങ്ങളായി ജീവിക്കുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് ആമുഖത്തിൽ എന്നോടും തുടർന്ന് നിങ്ങളോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തനതായ രീതിയിൽ ജീവിച്ച റബ്ബിനെ കണ്ടുമുട്ടുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഡിസംബർ മാസത്തിൻ്റെ അവസാന വാരങ്ങളിലൂടെ കടന്നു പോകുന്ന നാം ഏറെ ഗൗരവത്തോടുകൂടി പഠിക്കേണ്ടതും ചിന്തിക്കേണ്ടതും നിലപാടുകൾ നന്നാക്കേണ്ടതുമായ പല വിഷയങ്ങളിലും വിഷയമായിരുന്നു കഴിഞ്ഞ ഖുത്ബയിൽ നാം സൂചിപ്പിച്ച ക്രിസ്മസ് ആഘോഷവും മുസ്ലിമീങ്ങളുടെ നിലപാടും എന്ന വിഷയം. അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് കഴിഞ്ഞ ഖുത്ബ ആത്മാർത്ഥമായി കേട്ട എല്ലാവർക്കും മനസ്സിലാകും. എന്നാൽ അതുപോലെ വളരെ ഗൗരവത്തോടുകൂടി തന്നെ മുസ്ലിം സമുദായത്തിനിടയിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പറയേണ്ടി വന്നിരിക്കുന്ന അല്ലെങ്കിൽ പറയേണ്ട ഒരു വിഷയമായി കടന്നു വന്നിട്ടുള്ള ഒരു കാര്യമാണ് പുതുവർഷ പുലരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ന്യൂ ഇയറും അതിൻ്റെ ആഘോഷങ്ങളും. സത്യത്തിൽ ഒരു പുതുവർഷം എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിക വീക്ഷണത്തിൽ ആഘോഷിക്കുവാൻ വേണ്ടിയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ളത്. ഇസ്ലാമിക കലണ്ടർ പ്രകാരം
ഒരു പുതിയ വർഷം ഇനി ആരംഭിക്കണമെങ്കിൽ 5 മാസം കൂടെ കഴിയണം. ഇപ്പം നാം റജബിൻ്റെ തുടക്കത്തിലാണ്. എന്നാൽ പാശ്ചാത്യ കലണ്ടർ പ്രകാരം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ 2026 എന്നൊരു പുതുവർഷത്തിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിക്കും. ഈ സന്ദർഭത്തിൽ ഒരു ആത്മപരിശോധനക്ക് ഈ ഒരു പുതിയ വർഷത്തെ അതിൻ്റെ ആരംഭങ്ങളുടെ മുന്നോടിയായി നാം വിചിന്തനം ചെയ്യുവാനുള്ള, വിലയിരുത്തുവാനുള്ള ഒരു അവസരമായി ഇതിനെ കാണാനുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ വർഷത്തെക്കുറിച്ച് ചിന്തിക്കുവാനും കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ തിരുത്തുവാനും ഭാവിയിലേക്കുള്ള ലക്ഷ്യങ്ങളെ നിർണയിക്കുവാനുമുള്ള സമയമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ സമയം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ എണ്ണിയാലൊടുങ്ങാത്ത നിഅമത്തുകളിൽപ്പെട്ട ഒരു നിഅമത്താണ്. രാവും പകലും മാറി മാറി വരുന്ന ഈ സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ നിഅമത്തുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുമെന്ന ബോധ്യമുള്ള വിശ്വാസികൾ ആ സമയത്തെ നഷ്ടപ്പെടുത്തിയാൽ അപകടകരമാണ്. وَإِن تَعُدُّوا نِعْمَةَ اللَّهِ لَا تُحْصُوهَا. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകളെ നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തിയാൽ ലാ തുഹ്സുഹ, അത് നിങ്ങൾക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ ഓരോ നിഅമത്തുകളും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാളെ അല്ലാഹുവിങ്കൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന ഒരു ഉത്തമ ബോധ്യം നമുക്ക് വേണം. അത് സമയത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ജീവിത സൗകര്യങ്ങൾ തന്നെ നാം ഉപയോഗപ്പെടുത്തുന്നിടത്ത് അല്ലാഹു ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ധൂർത്തുകളും ദുർവേനവും കടന്നു വന്നാൽ പോലും നാളെ അല്ലാഹുവിന് മുമ്പിൽ നമ്മൾ ആ ഒരു മണി വറ്റിന് ഉത്തരം പറയേണ്ടി വരുമെന്ന് ഞാൻ എന്നോടൊപ്പം പറയുന്നത്, നിങ്ങളോടല്ല, എൻ്റെ നഫ്സിനോടാണ് പറയുന്നത്. ഓരോരുത്തരും സ്വന്തം നഫ്സിനോട് ആലോചിക്കുക. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. സുമ്മ പിന്നീട് ലതുസ്അലുന്ന നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും, അനിൻ നഈം ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിച്ച ഈ നിഅമത്തിനെ കുറിച്ച്. ഈ ആയത്തിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള സംഭവം അത് 1400 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ പ്രിയപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ചാണ് ഓതി കൊടുത്തതെങ്കിലും അതിൻ്റെ ഉമൂമ് എക്കാലത്തേക്കും ബാധകമാണ്. എന്താണ് ആ സംഭവം? നമുക്കറിയാം, ഇന്നത്തെ പോലെ ജീവിത സൗകര്യങ്ങളോ വിഭവമായ ഭക്ഷണങ്ങളോ ഇല്ലാത്തൊരു കാലഘട്ടം. മാത്രമല്ല, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കും തോറും കൂടുതൽ അല്ലാഹു തആല ഈമാൻ ഊഷ്മളമാകാനും പാരത്രിക ലോകത്ത് ഉന്നതമായ സ്ഥാനം ലഭിക്കാനും വേണ്ടി കഠോരമായ പരീക്ഷണം അല്ലാഹു കൊടുക്കുന്ന കാലഘട്ടവുമാണ്. വിശപ്പ് സഹിക്കാൻ കഴിയാത്ത ദിവസങ്ങൾ ഈ വീട്ടിനുള്ളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. 7 ദിവസത്തോളമായി അല്ലെങ്കിൽ 7 ദിവസത്തിൽ കൂടുതലായി ഈ അടുപ്പിൽ വിറക് പുകഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലൊരു കലം വെച്ച് എന്തെങ്കിലും ഒരു മാവിട്ട് തിളപ്പിക്കാൻ ഇല്ല കൂട്ടരെ, ഇല്ല. അങ്ങനെ വിശപ്പ് സഹിക്കാൻ കഴിയാത്തൊരു അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇശാ നമസ്കാരം കഴിഞ്ഞ് വീട് വിട്ടിറങ്ങുന്ന ഒരവസ്ഥ. ആ ഇരുട്ടിലിങ്ങനെ പോകുമ്പോൾ നാം കേട്ട ചരിത്രമാണ്. കടന്നു വരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അബൂബക്കറേ, എന്താണ് ഈ ആ സമയത്ത് നീ ഇറങ്ങി തിരിച്ചത്? അവിടുന്ന് പറഞ്ഞു, റസൂലേ, വിശപ്പാണ്, സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് പുറത്തിറങ്ങിയതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കുക, അല്ലാഹു തആല തൗഫീഖ് ചെയ്താൽ എന്തെങ്കിലുമൊക്കെ കിട്ടും.
രണ്ടുപേരും കൂടെ നടന്നു പോകുമ്പോൾ വീണ്ടും ഒരാളെ കണ്ടുമുട്ടുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്താ ഉമറെ ആ സമയത്ത് ദീർഘവൈഷ്ണവ ഉമർ ഖത്താബ് അള്ളാഹു പറഞ്ഞു, നിങ്ങളെ രണ്ടാളി ഇറക്കിയ വിഷയം എന്താണോ അതാണ് എൻ്റെ കഥ. മൂന്ന് പേരും കൂടെ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. വിശിഷ്ടരായ മൂന്ന് അതിഥികളെ വരവ് കണ്ട് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞ സ്വഹാബി തൻ്റെ ഈത്തപ്പന തോട്ടത്തിൽ നിന്ന് പാകമായ ഈത്തപ്പഴം എടുത്ത് കഴുകി അവരുടെ മുമ്പിൽ വെച്ചു കൊടുത്തു, അത് തിന്നോളി. അപ്പോഴേക്കും നല്ല ഒരു ഭക്ഷണം പാകം ചെയ്ത് ആ വിശന്നവശരായ ആ മൂന്ന് പ്രഗത്ഭ വ്യക്തികൾക്ക് വേണ്ടി, ആ റസൂലും മഹാന്മാരായ രണ്ട് സ്വഹാബികൾക്കും വേണ്ടി സഫറയിൽ അതിങ്ങനെ വിരിച്ച് ചമ്രം പടിഞ്ഞ ആ ഭക്ഷണത്തലികയുടെ മുമ്പിൽ ഇരുന്ന് വിസ്മി ചൊല്ലി അതൊന്നു റാഹത്തായി കഴിക്കാമെന്ന ആഗ്രഹത്തിൽ ഉമ്മമാരെ, സഹോദരികളെ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കുട്ടികളെ, നമ്മൾ കേൾക്കണം, നമ്മൾ കാണണം, ഈ ചരിത്രം നമ്മൾ വായിക്കണം. ആ ഭക്ഷണത്തലികയിലേക്ക് വിശപ്പ് സഹിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ ആ രണ്ട് അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമാ കൈ നീട്ടിയപ്പോൾ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിക്കൊടുത്ത ആയത്താണ് എന്ത്? ലതറവുന്നൽ ജഹീം. തീർച്ചയായും അബൂബക്കറെ, ഉമറെ, നരകം നമ്മൾ കാണുന്നതാണ്. സുമ്മലതറവുന്നഹാ ഐനൽ യഖീൻ. ആ നരകം നമ്മുടെ ഇരു കണ്ണുകൾ കൊണ്ടും അല്ലാഹു കാണിച്ചു തന്ന് നമുക്ക് ഉറപ്പാക്കി തരുന്നതാണ്. സുമ്മലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. സൂറത്തുൽ ഹശറിന്റെ 19ാമത്തെ സൂക്തത്തിലാണ്. അന്നേ ദിവസം ഈ നിഅമത്തിനെ കുറിച്ച് അല്ലാഹു ചോദ്യം ചെയ്യും. ഏത് നിഅമത്ത്? ഏത് നിഅമത്ത്? നല്ലോണം ഭക്ഷണം കിട്ടി തിന്ന് ഏമ്പളിട്ടിട്ട് പിന്നെ നമ്മൾ കടി പോയി കണ്ട് പിന്നെ ഒരു ജ്യൂസും ബർഗറും കുടിക്കുമ്പോൾ അതിനെപ്പറ്റി അള്ളാഹിനോട് ചോദിക്കുന്നല്ല ഈ പറഞ്ഞത്. കോട്ടലിങ്ങനെ കത്തിയിട്ട് മണക്കുക എന്നൊക്കെ നമ്മൾ പറയില്ല, കരിഞ്ഞു മണക്കുക. ആ അവസ്ഥയിലെത്തിയവരുടെ മുമ്പിൽ ഭക്ഷണം കിട്ടിയപ്പോൾ ആ ഒരു വറ്റിനെ പറ്റി അള്ളാഹ് ചോദിക്കുമെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ലഭിച്ച സൗകര്യങ്ങൾ എത്രത്തോളമാണ് ഉപയോഗപ്പെടുത്തുന്നത്? നമ്മളൊക്കെ അള്ളാഹിൻ്റെ കോടതിയിൽ എത്ര നിർണായകമായ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും. അല്ലാഹുൽ മുസ്തആൻ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എപ്പോഴും ദുആ ചെയ്യുക, അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറാ. അല്ലാഹുവേ, എൻ്റെ വിചാരണ നീ എനിക്ക് എളുപ്പമാക്കി തരണേ. ഖബറിലുണ്ട് വിചാരണ, മഹ്ശറിലുണ്ട് വിചാരണ. ഈ വിചാരണകൾ എളുപ്പമാക്കി തരണേ എന്ന് ദുആ ചെയ്യണം. വേണ്ടേ? വേണം. ഇല്ലെങ്കിൽ ആ വിചാരണയുടെ മുമ്പിൽ ഒരു ദിഭാഷയില്ല. കൈക്കൂലി കൊടുക്കാനോ വിളിച്ചു പറയാനോ ഒരു MLA ഇല്ല, രാഷ്ട്രീയ നേതാവില്ല. തറവാടിത്തത്തിന് മുമ്പ് പറയുന്ന ഒരു വല്യാപ്പി വിളിച്ചു പറയാനില്ല, ആരും പറഞ്ഞിട്ടും കാര്യമില്ല. മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ മുഹമ്മദ് മുസ്തഫ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ശഫാഅത്തിന് അല്ലാഹു തആല അധികാരം കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്. അല്ലാഹു ആണ് മുഴുവൻ രാജാധികാരത്തിന്റെയും രാജാവ്. ലിമനിൽ മുൽക്കുൽ യൗം. ഇന്നേ ദിവസം ആർക്കാണോ പൂർണ്ണമായ രാജാധിപത്യമുള്ളത്, അധികാരമുള്ളത്? ഒരു മനുഷ്യനും അവിടെ ഉരിയാടുന്നില്ല. ഖുലില്ലാഹി ശഫാഅത്തു ജമീഅ. മുഴുവൻ ശഫാഅത്തിന്റെയും അധിപൻ അല്ലാഹു തആലയാണ്. അവിടെ രക്ഷപ്പെടേണ്ട മുഅ്മിനീങ്ങളെ, നമുക്ക് മക്കളെ നമുക്ക് രക്ഷപ്പെടേണ്ട, ഉമ്മമാരെ, സഹോദരികളെ രക്ഷപ്പെടേണ്ട വേണം. എങ്കിലൊരു പുതുവർഷം വരുമ്പോൾ, ഒരു പുതിയ കലണ്ടർ നമ്മുടെ വീട്ടിൽ തൂക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഹാപ്പി ക്രിസ്മസിനെ പോലെ ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കുന്നവർ, ഗ്രീറ്റിംഗ്സ് കൈമാറുന്നവർ. ഇന്നിപ്പോൾ പീടിയിൽ പോയി ഗ്രീറ്റിംഗ്സ് കാർഡ് വാങ്ങി അത് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കേണ്ട പണിയൊന്നുമില്ല. എന്നാലും കേക്കിൻ്റെ മുകളിലാക്കി വെച്ചപ്പോഴും കൊടുക്കുന്നുണ്ട്. വാട്സപ്പിൽ തന്നെ എഡിറ്റ് ചെയ്ത് ആനിമേഷൻ ചെയ്ത് വിടാൻ പറ്റുന്ന ഇഷ്ടം പോലെ സ്റ്റിക്കറുകൾ കയ്യിലുണ്ട്. അതുകൊണ്ടല്ല ഇന്ന് എന്തുണ്ടായി? ദുആകളില്ല, ഉണ്ടോ? സലാം ചെല്ലലില്ല, എല്ലാം സ്റ്റിക്കറുകളിൽ അവസാനിച്ചില്ലേ? ഉണ്ടോ അല്ലേ? നമുക്കൊരു മെസ്സേജ് ഒരാൾക്ക് അയക്കണമെങ്കിൽ ഇസ്ലാമിൽ എന്താ വിശ്വാസി? അഭിസംബോധന എന്താ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ആരെങ്കിലും ചുണ്ടുകൊണ്ട് പറയുന്നുണ്ടോ? ഇല്ല. മെസ്സേജ് തന്നെ വിടുകയാണ്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ടെക്സ്റ്റ് മെസ്സേജ് സ്റ്റിക്കർ വിടുക. എന്നാൽ ഓൻ അവിടെ ഇങ്ങോട്ട് മടക്കുന്നുണ്ടോ? ഓനും വഅലൈക്കും അസ്സലാം, രണ്ട് ചിഹ്നം. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്, അഹ്സൻതല്ലാഹ്, തബാറക റഹ്മാൻ. രോഗിയാണ്, ദുആ ചെയ്യണം.
അപ്പോൾ അടുത്ത സ്റ്റിക്കർ പൂർണ്ണമായ ഷിഫ അള്ളാഹു തആല നൽകട്ടെ, ആഖിറം നന്നാക്കട്ടെ, ദുനിയാവ് എല്ലാ നിലക്കും നിഅമത്ത് കിട്ടട്ടെ. എങ്ങനത്തെ പല സ്റ്റിക്കറുകളും വിടുക. നമ്മൾ ആരും ഹൃദയത്തിൽ നിന്ന് നിയ്യത്ത് വെച്ചുകൊണ്ടൊരു പ്രാർത്ഥന പോലും ഇല്ല, നേർക്ക് നേരെ ഒരു പ്രാർത്ഥന ചെയ്യാൻ അവസരങ്ങളില്ല. കാലഘട്ടം ആ രൂപത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്, അപകടകമാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖൽഫതൻ ലിമൻ അറാദ യദ്ദക്കറ ഔ അറാദ ശുകൂറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാകുന്നു യഥാർത്ഥത്തിൽ ആ പകലുകളെ നമ്മുടെ മുമ്പിൽ സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാവും പകലും മാറി മാറി വരുന്ന ഈ സംവിധാനങ്ങളിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് ഖുർആൻ. വശംസി വൽ ഖമരി തജ്രിയാൻ, സൂര്യനും ചന്ദ്രനും അതിൻ്റെ കണക്കനുസരിച്ചാണ് സഞ്ചരിക്കുന്നത്. ആ കണക്ക് നോക്കിയിട്ടാണ് ഇന്ന് കലണ്ടറുകൾ ഉണ്ടാക്കുന്നത്. 2100 കലണ്ടർ വരെ കലണ്ടർ ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ഈ കലണ്ടറുകൾ നമ്മുടെ മുമ്പിൽ പുതിയതായി തൂക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി കേക്ക് മുറിച്ച് ആഘോഷിച്ച് അർദ്ധരാത്രി 12 മണി മുതൽ പിറ്റേന്ന് വരെ കൂത്താടുന്ന ലഹരിക്കടിമപ്പെട്ട്, സംഗീതത്തിനടിമപ്പെട്ട്, മ്യൂസിക്കുകളുടെ കൂത്തരങ്ങുകളും എല്ലാ തരത്തിലുള്ള അനിസ്ലാമികമായ യാത്രകളും സകലതും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചിന്തിക്കുക, നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാത്ത അമൂല്യമായ ഒരു നിധിയാണ് സമയം. മറ്റെന്ത് പോയാലും നമുക്ക് തിരിച്ചു കിട്ടും. കണ്ണ് പോയാൽ ഇന്ന് കണ്ണ് നമുക്ക് മാറ്റിവെക്കാൻ, കിഡ്നി, ലിവർ എല്ലാം മാറ്റിവെക്കാൻ സംവിധാനങ്ങളുണ്ട്. ഇന്നത്തെ ഈ ജുമഅ പോയാൽ ഈ ജുമഅയിലില്ല, അടുത്തതൊരു പുതിയ ജുമഅയാണ്, പുതിയ ഖുതുബയാണ്, പുതിയ വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നിധിയാണ് സമയം എന്ന് പറയുന്നത്. പക്ഷെ ആ സമയമാണ് അതുപോലെ തന്നെ നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാത്ത നിധിയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ഈ രണ്ട് നിഅമത്തിനെയും ഇന്ന് ഏറ്റവും കൂടുതൽ അവഗണിച്ചിട്ടുള്ളത് മുസ്ലിം സമുദായം തന്നെയാണെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു ആരോപണ ആക്ഷേപമല്ല, സത്യമാണ്. നിഅമതാനി മഅബൂനും ഫീഹിമാ കസീറും മിനൻ നാസി അസ്ഹഹതു വൽ ഫറാഖ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അവഗണിച്ചു കളയുന്നു മനുഷ്യന്മാരിൽ രണ്ട് നിഅമത്തിന് അധികം ആളുകളും. ഏതാണ് ആ രണ്ട് നിഅമത്ത്? അസ്ഹഹതു, ഒന്ന് ആരോഗ്യമാണ്, മറ്റൊന്ന് അൽ ഫറാഖ്, ഒഴിവ് സമയമാണ്. ഇതിന്റെ വില മനസ്സിലായപ്പോഴാണ് നിങ്ങൾക്ക് കണ്ണിന്റെ വില എപ്പോഴാണ് മനസ്സിലാക്കുക? കണ്ണാണ് പോകണം അല്ലേ? തള്ളവിരൽ എന്ന് പറയുന്ന നമ്മുടെ കൈവിരലുകളെയും കാൽവിരലുകളെയും ഉള്ള തള്ളവിരല് അത് പോയാൽ അതിൻ്റെ വിഷമം അറിയും. ആ തള്ളവിരൽ പോയാൽ അതിൻ്റെ വിഷമം എന്താണെന്ന് അറിയുന്ന ആളുകൾ ഉണ്ടാകണമെങ്കിൽ തള്ളവിരൽ പോകണം. ഞാനത് അനുഭവിക്കുന്ന ആളാണ്. മനുഷ്യന് ബാലൻസ് നഷ്ടപ്പെടും. ഒരു പേന എഴുതാൻ ഈ തള്ളവിരലിൻ്റെ മുകളിൽ നഖണ്ട് പറഞ്ഞു പോയാണ്ടല്ലോ പേന പിടിക്കാൻ പറ്റൂല എന്നാ, മര്യാദക്ക് പിടിക്കാൻ കഴിയില്ല. കൺപോളയുടെ മുകളിലുള്ള ഈ പീലി, രണ്ട് പീലി, അടിയിലെയും മുകളിലെയും പീലിയുടെ അഗ്രഭാഗത്തും അതിൻ്റെ അഗ്രമല്ല അതിൻ്റെ തുടക്ക ഭാഗങ്ങളിൽ ഒരു ഈർപ്പുണ്ട്. അഥവാ നമ്മുടെ കണ്ണിന് ഒരു നനവുണ്ട്. ഈ നനവോടുകൂടി ആ കൺപീലികൾ നമ്മൾ അടച്ചു തുറക്കുന്നത് കൊണ്ടാണ് ഈ ദൃശ്യമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത്. ഈ അടച്ചു തുറക്കൽ അല്ലാഹു തആല സംവിധാനിച്ചതാണ് നമ്മുടെ ശരീരത്തിൽ. ഇതിൻ്റെ ഉത്തരവാദിത്തം അല്ലാഹ് നമ്മളോട് ഏൽപ്പിക്കുകയാണ്. ആൾക്കാർ നിങ്ങൾക്ക് മര്യാദക്ക് കാണണമെങ്കിൽ നിങ്ങളെ കണ്ണിൻ്റെ പോള നിങ്ങൾ അടക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു പച്ചിത്ത് പോലും കയ്യിൽ വെക്കേണ്ടി വരും. ഇതേപോലെ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം വെക്കേണ്ടി വരും. അതിങ്ങനെ മുക്കുക, ഇടയ്ക്കിടയ്ക്ക് തുറക്കുക, കണ്ണടച്ചുകൊണ്ട് ഇരിക്കേണ്ടി വരും. വല്ല പണിക്കും വേറെ പോകാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാത്ത അമൂല്യനിധിയായ സമയത്തിൻ്റെ വില മനസ്സിലാകുന്നൊരു രംഗമുണ്ട്. അതാണ് 75-ാം അധ്യായം സൂറത്ത് ഖിയാമ 26 മുതലുള്ള ആയത്തിലൂടെ അല്ലാഹ് പറയുന്നു, കല്ലാ ഇദാ ബലഅത്തി തറാഖിയ, റൂഹ് വന്നുകൊണ്ട് തൊണ്ടക്കുഴിലങ്ങ് മുട്ടിക്കഴിഞ്ഞാൽ, വഖീല, ആ മനുഷ്യൻ പറയും, മൻ റാഖ്, ആരാണ് എന്നെ ഒന്ന് ചികിത്സിക്കാനുള്ളത്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളത്, പ്രാർത്ഥിച്ചാലുള്ളത്? കാരണം എന്താ? ശ്വാസം കണ്ട് കിട്ടുന്നില്ല. ഒരു ശ്വാസം വലിച്ചിട്ട് അടുത്ത ശ്വാസം കിട്ടാൻ കുറച്ച് ടൈം എടുത്താൽ നമ്മളെ കഥ എന്താ സഹോദരങ്ങളെ? നേരത്തിന് പോകേണ്ട മലമൂത്ര വിസർജനം അതൊന്ന് സ്തംഭിച്ചാൽ എന്താ കഥ?
അല്ലേ? നമ്മളൊക്കെ നല്ല ഇൻഷേഡൊക്കെ ചെയ്ത് നമ്മളെ ചെക്കന്മാർ ചെത്തി പൊളിച്ച് അല്ലേ, ആ മൂട് പൊളിഞ്ഞ ബൈക്കുമ്പോഴൊക്കെ ഡ്രോട്ടിട്ട് പറഞ്ഞിട്ട് പോണ പോക്കെല്ലാം എന്താ പോയിട്ടൊക്കെ ആണ്ട് കട്ടി വിഷയമൊക്കെ ഇങ്ങനെ പോണേ കാണും. പിറ്റേ നമ്മൾ ചെന്നാൽ കാണാം അപ്പുറത്തെ പീടിയിൽ അവിടെ മൊബൈൽ തോണ്ടിയിരിക്കുന്നത്. 2 മിനിറ്റിനും വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്, ഈ വണ്ടിൻ്റെ അടി കൂടെ ഇങ്ങനെ പോണത്. ആത്മഹത്യയിലേക്ക് ശരീരത്തെ കൊണ്ടുപോവാണ്. അപ്പം ഈ ആരോഗ്യമൊക്കെ ഉള്ള മനുഷ്യർ എഴുന്നേറ്റ് നിൽക്കണതിന് എന്താണ് യഥാർത്ഥത്തിൽ ആരോഗ്യം എന്ന് പറയുന്നത്? നിഅമത്താണെന്ന് മനസ്സിലാകണമെങ്കിൽ എന്താ മനസ്സിലാക്കുക? നിങ്ങൾ ഒരു 4 നേരം വയറ്റിന്ന് മര്യാദക്ക് പോയാൽ മതി. ഉത്സവിച്ചു ഇപ്പം പോകുന്ന നമ്മുടെ വിസർജ്യ വസ്തുവായ മലം, അത് ഓവർ കട്ടിയാലും പ്രശ്നമാണ്, പറ്റ വെള്ളമായാലും പ്രശ്നമാണ്. അത് അതിൻ്റേതായ മട്ടത്തിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ നീച്ചെടുക്കും. അവർ 10 പോയോക്കട്ടെ, പിന്നെ നീച്ചെടുക്കണമെങ്കിൽ ഗ്ലൂക്കോസ് കഴിച്ചണം അല്ലേ? സുജായി മൊയ്തു മൊലി പറഞ്ഞില്ലേ, പൊട്ടാ നീ ചിഞ്ചുള്ളി ചെഞ്ചോര കെട്ട, പിന്നെ നീ കാഷ്ടം ചുമന്നൊരു കൊട്ട, ചത്താലോ ചത്ത് ജഗമല്ല പൊട്ട, പറയിലുടയിൽ ബഹുമാനം പൊട്ട. നമ്മൾ തൊട്ടാൽ അറപ്പുള്ള ഇന്ദ്രിയത്തുള്ളിൽ ഉണ്ടായതാ, ആഗ്രഹിക്കാനൊന്നുമില്ല. പിന്നെ ഈ നീച്ചടക്കണ ആരോഗ്യം മസിലൊക്കെ ഇജ്ജ് കഴിച്ചുണ്ടാക്കിയാണ്, ഇതുകൊണ്ടല്ല ഇജ്ജ് നീച്ചിക്കണത്. പിന്നെ എൻ്റെ പെട്ടിൻ്റെ ഉള്ളിൽ ലേശം വിസർജ്യ വസ്തു കനത്തിൽ നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നീച്ചിക്കണത്. അത് മട്ടം പോലെ വെള്ളത്തിൽ കണ്ട് പോയാൽ മിസ്റ്ററിൻ്റെ ആയിട്ടും കാര്യമില്ല, മിസ്വേൾഡ് ആയിട്ടും കാര്യമില്ല, ഓൻ അവിടെ കിടക്കും. പിന്നെ ബാത്റൂമിൽ നിന്ന് നീക്കണമെങ്കിൽ 4 കയ്യോ അല്ലെങ്കിൽ ഒരു കയറൊക്കെ വേണ്ടി വരും. അപ്പോൾ നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാത്ത നിഅമത്തായ സമയം, ആരോഗ്യം, ഇത് റൂഹ് തൊണ്ടക്കുള്ളിൽ വന്നാണ് മുട്ടുമ്പോൾ തിരിച്ചു ചോദിക്കും അള്ളാഹിനോട്. ഇന്ന് നമ്മൾ വെള്ളിയാഴ്ച ഓതേണ്ട അല്ലെങ്കിൽ സുന്നത്താക്കപ്പെട്ട സൂറത്തുകളുടെ കൂട്ടത്തിൽ ഒരു സൂറത്താണ് 62-ാമത്തെ സൂറത്ത് ജുമുഅ അല്ലേ? അതിലെന്താ നമ്മൾ പറയുന്നത്? ഒരാളുടെ അജലത്തിൽ കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും പിന്നെ നീട്ടപ്പെടുകയില്ല, കുറക്കൂല്ല. അതിൻ്റെ സമയത്ത് കറക്റ്റ് ടൈമിന് അത് കട്ട് ചെയ്യുന്ന കണക്ഷൻ കട്ട് ചെയ്യും. ആ സമയത്ത് അള്ളാഹിനോടൊപ്പം പറയുന്നുണ്ട്, റബ്ബിലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ് വഅസദ്ദക വകും മിനസ് സാലിഹീൻ. അല്ലാഹ്, ഞാൻ നല്ല ആൾക്കാരൊപ്പം നടന്നോളാം, സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തോളാം, ഒന്നും കെട്ട് വിട്ടുണ്ടാകും, ഒരു രക്ഷയില്ല, കൊണ്ടുപോകപ്പെടും. അതുകൊണ്ട് ഹൃദയം മിടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവച്ചുകൊണ്ട് നാം ഓരോരുത്തരും ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ്, ഒരു അര മിനിറ്റ് ആയിക്കോട്ടെ, ഒന്ന് കണ്ണടച്ചിട്ടൊന്ന് ഇങ്ങനെ മിടിപ്പിക്കണം അല്ലേ? ആ തുള്ളലൊന്നിങ്ങനെ ആലോചിക്കുക. ഘടികാരം, ടൈം പീസ്, വാച്ച്, ഇതിലൊക്കെ സെക്കൻഡ് സൂചി ഉണ്ട്, മണിക്കൂർ സൂചി ഉണ്ട്, മിനിറ്റ് സൂചി ഉണ്ട്. സെക്കൻഡ് സൂചികൾ ഇങ്ങനെ തെന്നി പോകുമ്പോൾ ആ സൂചി നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. ഈ മിടിക്കുന്ന ഹൃദയം നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഇന്നൽ ഹയാത ദകായികും വസവാനി. മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം മനുഷ്യനോട് പറയുന്നു, മനുഷ്യ, നിന്റെ ജീവിതം എന്ന് പറയുന്നത് ആകത്തുക ചില സെക്കൻഡുകളും മിനിറ്റുകളും മാത്രമാണ് അല്ലേ? ഈ വലിച്ച ശ്വാസം താഴത്തേക്ക് വിടണമെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീക്ക് വേണ്ടേ? അല്ലാണ്ട് സ്റ്റെക്കായ ഈ ഖുതുബ നിർവഹിക്കുന്ന ഞാൻ അത് വീണ് പിന്നെ എന്നെ പരിചയമുള്ളവരും ഇഷ്ടമുള്ളവരും ഒക്കെ എന്ത് ചെയ്യും? തിരങ്ങാടിക്ക് മയ്യത്ത് നിസ്കരിക്കാനും വരും. അള്ളാഹു കാത്തിരക്ഷമാറാകട്ടെ അല്ലേ? ഇതാ നമ്മളൊക്കെ അവസ്ഥ. ഈ ഖുതുബ ഈ പരീക്കത്തും വല്ല ഉറപ്പുണ്ടോ? വഴിയിൽ കുഴഞ്ഞു വീഴില്ല എന്ന് ഉറപ്പുണ്ടോ? ഉണ്ടോ? ഇല്ല. സിനിമകളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ, അഭിനയമാണ്, ഒറിജിനൽ അടിയൊന്നുമല്ല, ആ അടിയിലൊരു അടി മാറിയപ്പോൾ ഇവിടുത്തെ ഞരമ്പൊന്ന് കട്ടായി. ഒരു സിനിമ നടൻ, ഡോക്ടർമാർ പറയാം ഒരു ഇഞ്ചെങ്ങാനും ജസ്റ്റ് ഒരു ബാക്കിയുള്ളവർക്ക് അതെങ്ങാനും കട്ടായിട്ടുണ്ടെങ്കിൽ ജീവക്ഷമമായിട്ട് ഇങ്ങനെ കിടക്കുന്നവർ ഒരു നിലക്കും ഉണ്ടാവില്ല, ഫ്രീസിങ് ആയി പോകും. അപ്പൊ അള്ളാഹു പറയാണ്, വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ് ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്.
പിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം, കണ്ണിൻ്റെ കട്ടുനോട്ടങ്ങൾ, ഇതെല്ലാം കൃത്യമായി അറിയുന്ന റബ്ബ് നമ്മുടെ മരണനിരമ്പാകുന്ന കണ്ടനാടിയേക്കാളും അടുത്താണ് കൂട്ടരെ. അല്ല പറയാ. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു തആലയുടെ CCTV ഒപ്പിയെടുക്കുന്നുണ്ട്. ക്യാമറകൾ അവിടെ കിട്ടും, അവിടെ വരും. വവുദിയൽ കിതാബ്, ഗ്രന്ഥങ്ങൾ കൈകൾ വെക്കുന്ന ദിവസം വരും. വതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി, മുജ്രിമീങ്ങളായ പാപികളായ ആളുകൾ ആ കർമ്മരേഖ വാങ്ങിക്കൊണ്ട് മഹ്ശറിൽ വെച്ചുകൊണ്ട് പറയുന്ന വാക്ക് ഇന്ന് നാം ഓതിയ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിലെ 49-ാമത്തെ ആയത്തൊന്ന് ഓതി നോക്ക്. മാലിഹാദൽ കിതാബ്, റബ്ബേ ഇതെന്തൊരു ഗ്രന്ഥമാണ്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ചെറുതും വലുതുമായ ഒന്നും ഇതിൽ നിന്ന് വിട്ടിട്ടില്ലല്ലോ റബ്ബേ. കൊണ്ടുവരപ്പെടും യൗമ തുബല സറായിർ, സകല രഹസ്യങ്ങളും കൊണ്ടുവരുന്ന മഹ്ശറയിൽ. അതുകൊണ്ട് മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം നമ്മോട് പറയുന്നു, ദകാതു ഖൽബിൽ മർഇ ഖായിലത്തുൽ ലഹു ഇന്നൽ ഹയാത ദകായികും വസവാനി. നിന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ ആ മിടിക്കുന്ന ഹൃദയം പറയാണ്, മനുഷ്യ നിന്റെ ജീവിത സെക്കൻഡുകളും മിനിറ്റുകളും മാത്രമേ ഉള്ളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രോഗശയ്യയായി കിടക്കുമ്പോൾ കാണാൻ വന്നവര് വിഷമം പറഞ്ഞപ്പോൾ വിഷമിക്കണ്ട, അദ്ദേഹം പറയുകയാണ് എന്ത്? മരണമെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കാലിൽ ധരിച്ച ചെരുപ്പിന്റെ വാറ് നമ്മളോട് എത്ര ഒട്ടി നിൽക്കുന്നുണ്ടോ അതുപോലെ ഒട്ടി നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അവസരമാകുന്ന ആരോഗ്യം, ഒഴിവ് സമയം, ഇത് ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ഓർത്തുകൊണ്ട് നമ്മൾ കരയുക, പുതിയ വർഷത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് റബ്ബിന് സ്തുതി നൽകുക. അറബി മാസക്കണക്ക് പ്രകാരം ഇന്ന് ദ്വാരിക്കാൻ പറഞ്ഞാൽ അറബി മാസം ആരും നോക്കൂല, ഒക്കെ പാശ്ചാത്യൻ്റെ സംസ്കാരമാണല്ലോ. അതുകൊണ്ട് കലണ്ടറും പാശ്ചാത്യൻ്റെ കലണ്ടറായി. ശരിക്കും മുസ്ലിമീങ്ങളായി നമ്മൾ അറബി കണക്ക് പ്രകാരമാണ് എല്ലാം നടത്തുന്നത്, നോക്കേണ്ടത്. പക്ഷെ നമുക്ക് ആർക്കും ഇന്ന് എത്ര അറബി വർഷം എന്ന് വെച്ചാൽ 1926 2026 എന്ന് പറഞ്ഞ പോലെ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നേരത്തെ തന്നെ പറയണം, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തു വൽ ഇസ്ലാം റബ്ബി വ റബ്ബുകല്ലാഹ്. ഒരു പുതിയ മാസം നൽകിയ റബ്ബേ, ഒരു പുതുവർഷം നൽകിയ റബ്ബേ, ഈ സമയത്തെ ഉപയോഗപ്പെടുത്താൻ, നിന്റെ തൗഫീഖിൽ ജീവിക്കാൻ, അതിൽ നിന്നുണ്ടാകുന്ന സകലമാന മുസീബത്ത് വരാൽ നിന്ന് രക്ഷപ്പെടാൻ നിന്നോട് രക്ഷ തേടുന്നു. ഇതാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഡിസംബർ 31 അർദ്ധരാത്രി 12 മണിക്ക് ശേഷം സുബഹിക്ക് നീക്കുമ്പോഴോ അല്ലെങ്കിൽ ഇശായിന് ശേഷമോ നമ്മൾ എന്ത് ചെയ്യുക? ഒന്നാണ് പ്രാർത്ഥിക്കുക. ഇനി മറന്നു പോകുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ പ്രാർത്ഥിച്ചുകൊള്ളി. മൊബൈൽ ആപ്പിലുണ്ടാവും ദിക്റൊക്കെ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആരോഗ്യവും ആഫിയത്തും നിഅമത്തുകളും ആയുസ്സും സമയവുമെല്ലാം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി, പ്രീതിക്ക് വേണ്ടി കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി ഉപയോഗപ്പെടുത്തി വിജയം വരിക്കുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കളെയും നിയമനിർദ്ദേശങ്ങളെയും ജീവിതത്തിൽ സൂക്ഷ്മതയോടുകൂടി ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സഹാബത്തിനോട് ഒരിക്കൽ പറഞ്ഞു കൊടുക്കുകയാണ് സമയത്തിൻ്റെ വില, സമ്പത്തിൻ്റെ വില, ആരോഗ്യത്തിൻ്റെ വില. ഇതെല്ലാം പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം. യഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ. 5 കാര്യങ്ങൾ നിങ്ങളിൽ വന്നെത്തുന്നതിന് മുമ്പ്, ആ നഷ്ടപ്പെട്ടു പോകുന്നതിന് മുമ്പ്, ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള 5 കാര്യങ്ങൾ നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. ഏതൊക്കെയാണ് ഈ 5 കാര്യങ്ങൾ? ഒന്ന് പറഞ്ഞു, ശബാബക ഖബ്ല ഹറമിക. ശബാബക, നീ നിന്റെ യുവത്വത്തെ ഉപയോഗപ്പെടുത്തണം. ഖബ്ല ഹറമിക, വാർദ്ധക്യം വരുന്നതിന് മുമ്പ്. അല്ലേ? യുവത്വം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം,
നല്ല പ്രസരിപ്പുള്ള കാലമാണ്. യുവത്വം എന്ന് പറഞ്ഞാൽ ഏത് സംഘടനകളും ഏത് മതരാഷ്ട്രീയ സംഘടനകളും ഒക്കെ ആഗ്രഹിക്കുന്നത് എന്താണ്? യുവാക്കളെ കിട്ടണമെന്നാണ്. ഏത് വിപ്ലവത്തിൻ്റെയും മുമ്പിൽ പടനയിച്ചത് യുവാക്കളാണ്, മാറ്റത്തിൻ്റെ തിരികൊളുത്തിയത് യുവാക്കളാണ്. അതുകൊണ്ട് യുവത്വം എന്ന് പറയുന്നത് ധാർമ്മികതയുടെ തീജ്വാലയാണ്. അത് നാശം വിതക്കാനുള്ള അഗ്നിയല്ല. അതുകൊണ്ട് തന്നെ ഒരു മാതാവും ഒരു പിതാവും ഒരു മകനെ കൊണ്ട്, ഒരു വിദ്യാർത്ഥിയെ കൊണ്ട്, ഒരു യുവാവിനെ കൊണ്ട് നെഞ്ചത്ത് കൈ വെട്ടി കരയാൻ പാടില്ല. ഞങ്ങളെ കുട്ടീനെ കൊണ്ട് ഇടങ്ങാറായി, 5 ആൺകുട്ടികളുള്ള ഞാൻ നാണം കെട്ടുപോയല്ലോ എന്നൊരു വാപ്പ പറയരുത്, ഒരു ഉമ്മ പറയരുത്. മറിച്ച് നമ്മൾ ഈ ലോകത്തും നാളെ പാരത്രിക ലോകത്തേക്കും വേണ്ടി മുതൽക്കൂട്ടായി മാറണം. അല്ലാഹു യുവത്വം നല്ല രീതിയിൽ ചെലവഴിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. വാർദ്ധക്യം അവശതയുടെ കാലഘട്ടമാണ്. വിചാരിച്ച പോലെ നമുക്ക് അന്ന് നീച്ചാനും പൊന്താനൊന്നും കഴിയൂല. അപ്പം നല്ല സമയത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തുക, അല്ലേ? നല്ല സമയത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. മാത്രമല്ല മഹ്ശറയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് 7 വിഭാഗം ആളുകൾക്ക് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല തണൽ കൊടുക്കുള്ളൂ. 7 വിഭാഗം ആളുകൾക്ക് മഹ്ശറിൽ അല്ലാഹുവിൻ്റെ തണലുണ്ട്. ആ വിഭാഗത്തിൽ 2ാമത്തെ വിഭാഗം ആരാണ്? ശാബുൻ നശഅ ഫീ ദീനില്ലാഹ്, ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. യുവത്വം അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ച യുവാക്കൾ, അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി ചെലവഴിച്ച യുവാക്കൾ ആ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. ഇനി വരുന്ന ഈ അവധി സമയങ്ങൾ ഓൺലൈൻ മദ്രസകൾ ഉണ്ടാകും, ദീനി സംരംഭങ്ങൾ ഉണ്ടാകും. അതിലേക്കൊക്കെ നമ്മൾ പോകണം. അതിലൊക്കെ കുടുംബത്തിനും പോകണം, ടൂറും പോകണം. അതിലൊന്നും തർക്കമിടാക്കില്ല. പക്ഷേ ഉപയോഗപ്പെടുത്തണം. 2ാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരോഗ്യം ഉപയോഗപ്പെടുത്തുക രോഗിയാകുന്നതിന് മുമ്പ്, അല്ലേ? രോഗിയായിട്ട് മൂക്കിലൂടെയും വായിലൂടെയും പല ദ്വാരങ്ങളിലൂടെയും പൈപ്പൊക്കെ ഇട്ടിട്ട് വാട്ടർ ബെഡിൽ ഇങ്ങനെ NICയിലും ICയിലും വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടില്ലേ? ചെറിയ മക്കൾ മുതൽ പ്രായമുള്ള ആളുകൾ വരെ ഉണ്ടോ? അല്ലേ? ഉണ്ട്. എന്താ നമ്മളെ അവസ്ഥ? നമ്മൾ ആലോചിച്ച് നോക്കി. ഒരു ദിവസം നമുക്ക് അങ്ങനെ കിടക്കാൻ പറ്റില്ല. എങ്കിൽ രോഗം എന്ന് പറയുന്നത് പരീക്ഷണമാണ്, അവശതയാണ്, മുസീബത്താണ്. ആരോഗ്യം എന്നത് നിഅമത്താണ്. അത് ഉപയോഗപ്പെടുത്തുക. 3ാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇനാക ഖബ്ല ഫഖരിക, വഇനാക അല്ലാഹു നിനക്ക് നൽകിയിട്ടുള്ള ധന്യത, ഐശ്വര്യം, സാമ്പത്തിക ശേഷി ഖബ്ല ഫഖരിക, നീ ഫക്കീറായതിനു മുമ്പ് ചെലവാക്കിക്കോ. അപ്പോൾ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ കൊടുത്ത് ശേഖരിക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശം. നമ്മൾ തിന്നതും പിന്നെ വസ്ത്രം ധരിച്ചതുമായ വസ്തുക്കളൊക്കെ വേസ്റ്റാണ്. ആണോ? അല്ലേ? ആണോ? കഴിച്ച ഭക്ഷണം വേസ്റ്റ് അല്ലേ? അല്ലേ? നല്ല അടിപൊളി ബിരിയാണിയാണ് പക്ഷെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ട്, വയറ് നിറഞ്ഞാലും റാഹത്തുണ്ട്. അതൊരു 2 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അത് മരമായി വൻകുടലെത്തി പുറത്തേക്ക് ക്ലോസറ്റ് കിടന്ന് തട്ടാളാണ്. ലിനോൻ്റെ ഷർട്ടാണ് എത്ര? അതൊന്നും പറയണ്ട, സംഖ്യ വില 4666 റുപ്യാണ്. അമ്പം വിലയാണ്. അതങ്ങനെ പോയി ഒരു ഇസ്തിരിട്ട ഓട്ടായി കുറച്ച് കഴിഞ്ഞാൽ അത് ദ്രവിച്ച് അതങ്ങനെ വേസ്റ്റിക്കാണ് പോകാനുള്ളതാണ്. വേസ്റ്റ് ആകാത്തൊരു സംഗതി ഉണ്ട്. അതേതാ? ആദം സന്തതികൾ പറയുന്നു, എൻ്റെ സമ്പത്ത്, എൻ്റെ സമ്പത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്താണ്? അവൻ്റെ സമ്പത്തിൽ നിന്ന് 3 മാത്രമേ അവൻ്റെതായിട്ടുള്ളൂ. മറ്റുള്ളതൊക്കെ അവൻ മരപ്പടി അങ്ങട്ട് മയ്യത്ത് കെട്ടിൽ കൊണ്ടുപോയാൽ ബാക്കിയുള്ളവർക്കുള്ളതാ. ഏതാണ് ഈ 3? അവൻ തിന്ന് തീർത്ത് ദ്രവിപ്പിച്ച, തിന്ന് പുറത്തേക്ക് തട്ടിയ വേസ്റ്റ്, ധരിച്ച് ദ്രവിപ്പിച്ച അവൻ്റെ വസ്ത്രം, 2ഉം വേസ്റ്റാണ്. 3ാമതൊന്ന് പറഞ്ഞു കൊടുത്ത് ശേഖരിച്ചത്. കൊടുത്ത് ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കൊടുത്ത് ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ 5 ലക്ഷം റുപ്യേൻ്റെ കുറിയിൽ നമ്മൾ എല്ലാ മാസവും ഒരു 10000 റുപ്യ കൊടുത്ത് കൂടിയിട്ട് അങ്ങനെ നമുക്ക് 5 ലക്ഷം റുപ്യ ബാലൻസ് ഉണ്ട് പറഞ്ഞാൽ നമ്മൾ പറയും അതാണ് നമ്മളെ ബാലൻസ്, അല്ലേ? അതല്ല ഇവിടെ പറഞ്ഞ് കൊടുത്ത് ശേഖരിക്കൽ. മറിച്ച് കൊടുക്കണം. ഇത് കൊടുക്കല്ലല്ലോ, ഇത് കൊടുത്താൽ പിന്നെ ഇങ്ങോട്ട് കിട്ടുകയല്ലേ? ദുനിയാവ് കിട്ടുന്നുണ്ട്, ആഖിറത്തിൽ കിട്ടുന്ന കൊടുക്കൽ ഏതാ? ഫീ സബീലില്ലാഹ്, അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുക്കി.
ഒരു പള്ളിപ്പണിക്കോ ഒരു മദ്രസക്കോ പള്ളി പരിചരണത്തിനോ ദീനിയായ സംരംഭങ്ങൾക്കോ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഒരു സംരംഭങ്ങളിലേക്കോ ഒരു പിരിവാർ വന്ന് 5000 റുപ്യാണ് കൊടുത്താൽ നമ്മൾ കണ്ടുമുട്ടിയാൽ പറയും ചങ്ങായിയെ ചോറ അന്ന് ഒന്ന് പറയണ്ട 5 രൂപ പോയി. അത് ആ മറ്റേ ചങ്ങായി ഒന്ന് ആ മൂലയാരും കുട്ടി കായുണ്ട് പോയി. സത്യത്തിൽ പോകല്ല സഹോദര, കിട്ടല്ലേ, കൊടുത്ത് ശേഖരിക്കല്ലേ ചെയ്തത്. നാളെ അല്ലാഹുവിൻ്റെ കോടതിയിൽ നീ വരുമ്പോൾ നിന്റെ മീസാൻ നിറക്കും. നന്മതിന്മകൾ തൂക്കുന്ന ആ മീസാൻ നിനക്ക് മല പോലെയുള്ള സൽക്രമങ്ങളും സുധാരിയായ സദഖകളുമായി നിന്നെ വിജയത്തിലെത്തിക്കൂലേ. അതുകൊണ്ട് സമ്പത്ത് എന്നത് നിഅമത്താണ്, ഐശ്വര്യമാണ്. അത് ഫക്കീറായതിനു മുമ്പ് എന്ത് ചെയ്യുക, അള്ളാന്റെ മാർഗ്ഗത്തിൽ കൊടുക്കുക. അവിടെ നമ്മൾ അറ്റകൈക്ക് ഉപ്പ് തേക്കാത്ത ആചാരാകണ്ട. നാലാമതായി ഒഴിവ് സമയങ്ങൾ നിന്റെ മുമ്പിൽ ഇപ്പോഴുണ്ട്, ഉപയോഗപ്പെടുത്തിക്കോ. ഷുഗലിക്ക, തിരക്കുകൾ വരിഞ്ഞു മുറുകുന്നതിന് മുമ്പ് ഏർപ്പാടൊക്കെ തുടങ്ങിയാൽ പിന്നെ അവർക്ക് മര്യാദയ്ക്ക് ജമാഅത്തിന് പോകാൻ പറ്റൂല. വെള്ളിയാഴ്ച നേരത്തെ വരാൻ പറ്റൂല. എന്താ, കച്ചവടം ചുറ്റുപാടാണ് മൗലവി. വിചാരിച്ചമായി ആ പ്രവർത്തനങ്ങളിൽ സജീവം പറ്റില്ല. എന്താണ്, ഏർപ്പാടാണ്. അവിടെ സ്റ്റാഫില്ല, മറ്റില്ല, മെറ്റർസില്ല, ആകെ പ്രശ്നമാണ്. എന്നാൽ കുറച്ച് കാലമായല്ലോ ഗൾഫിൽ നിന്ന് വന്നതിൻ്റെ ശേഷം ഒരു 5-6 കൊല്ലം കൂടെ അങ്ങനെ അങ്ങോട്ടൊക്കെ നടന്നില്ലല്ലോ, കച്ചവടം നോക്കി നടന്നില്ലല്ലോ. അന്ന് ഫുള്ള് വെറുതെ കറങ്ങൽ തന്നെ. അപ്പോൾ ഒഴിവ് സമയം എന്ന നിഅമത്തിനെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി, നമ്മുടെ പാരത്രിക ലോകത്തേക്ക് വേണ്ടി, കുടുംബത്തിൻ്റെ സന്തോഷ സമാധാനങ്ങൾക്ക് വേണ്ടി ഒഴിവാക്കി വെക്കുക. തിരക്ക് മുറിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും പറ്റൂല. അഞ്ചാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തുക. ഖബല മൗതിക, മരണം നിന്റെ മുമ്പിൽ വന്നേ ചേരുന്നതിന് മുമ്പ്. നമ്മൾ ഒന്നാമത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ, ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്നാൽ ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്തിൻ്റെ അർത്ഥം മാത്രം ഒന്ന് പറയണം. പോയി നോക്കണം നിങ്ങൾ. 59-ാമത്തെ ആയം സൂറത്തുൽ ഹശർ 18, 19, 20 3 ആയത്താണ് ഞാൻ ഓതിയത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. മുഅ്മിനീങ്ങളെ അല്ലാഹ് വിളിക്കുകയാണ്, നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തു വെച്ചത് എന്ന് ഒന്ന് വിചിന്തനം നടത്തുക. 2026 കലണ്ടർ തൂക്കുമ്പോൾ 2025 മുതൽ ഞാൻ ജനിച്ച് വീണ് ഈ ഭൂമിയിൽ പക്വതയും പ്രായവും പ്രായപൂർത്തിയുമൊക്കെ ആയി ജീവിച്ച മുതൽ ഈ 2025 ഡിസംബർ 31 വരെ ഞാൻ എന്തൊക്കെ ചെയ്തു, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത്, ഇല്ലാത്തത് എന്തൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്തു, എന്തൊക്കെ വെറുപ്പുള്ളത് ചെയ്തു, എന്തൊക്കെ തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, പരിഹാരങ്ങൾ ചെയ്യുക. കൂടുതൽ അള്ളാഹുവിനോട് ഈ വർഷത്തെ മുതലാക്കാൻ, പുതുവർഷത്തെ മുതലാക്കാൻ ദുആ ചെയ്യുക. അതാ അള്ളാഹ് ചോദിക്കുന്നത്, എന്താ നിങ്ങൾ ഒരുക്കി വെച്ചത്? അതുകൊണ്ട് ലാ തഖൂനൂ കല്ലദീന നസുല്ലാഹ ഫൻസാഹും അൻഫുസഹും, നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ അശ്രദ്ധരായി പോകാൻ പാടില്ല. അല്ലാഹുവിനെ നിങ്ങൾ മറന്നു കഴിഞ്ഞാൽ അള്ളാഹ് നിങ്ങളെയും മറക്കുന്നതാണ്. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ തന്നെയാകുന്നു തമ്മാടികൾ. ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്നഹ അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. സ്വർഗാവകാശി നരകാവകാശി ഒരിക്കലും ഒരുപോലെ ആവൂല. സ്വർഗാവകാശിയാണ് മുൻപന്തിയിലെത്തിയവൻ. അതുകൊണ്ട് അള്ളാഹു നൽകിയ നിഅമത്താവുന്ന ഈ സമയത്തിൻ്റെ വില മനസ്സിലാക്കിക്കൊണ്ട് മുഅ്മിനീങ്ങളെ, പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, സുഹൃത്തുക്കളെ, കുട്ടികളെ, കാരണവന്മാരെ നമ്മൾ റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാറ്റിവെക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ജീവിതത്തെ സഗൗരവത്തോടുകൂടി മാറ്റിവെക്കാനും, എന്നാൽ ഈ ഹലാലായ ദുനിയാവിൽ അള്ളാഹ് ഹലാലാക്കിയ ഹസനാത്തുകൾക്ക് വേണ്ടി നല്ല രീതിയിൽ കച്ചവടവും പരിശ്രമങ്ങളും പഠനങ്ങളും ഒക്കെ നടത്തുവാനും, അങ്ങനെ 24 മണിക്കൂറിൽ 2.5 മണിക്കൂറല്ലേ പടച്ചോൻ ചോദിച്ചിട്ടുള്ളൂ. അങ്ങനെ അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ആ ബാധ്യതകൾ വിട്ടുവീഴ്ചയില്ലാതെ കൊടുത്ത് പരമാവധി രാജകീയമായ സുന്നത്തുകളിലൂടെ ജീവിച്ച് ദുനിയാവിന് വേണ്ടിയിട്ട് നല്ലോണം പരിശ്രമിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. അള്ളാഹു തആല നമുക്കത് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. കഴിഞ്ഞ വരാൻ പോകുന്ന 26ൻ്റെ പുതുവർഷത്തിന് മുന്നോടിയായി അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള കുഫറുകളും ശിർക്കുകളും ഹറാമുകളും ബിദ്അത്തുകളും മഅസിയത്തുകളും നിങ്ങൾക്ക് കൊടുത്തിരുന്ന റഹ്മാൻ. അമലുകളിൽ തഖ്വ കുറഞ്ഞു പോയി ചെയ്തതും നല്ലോ ചെയ്തതൊക്കെ ഉണ്ട്, എല്ലാം നീ ഗംഭീരമായി സ്വീകരിക്കണേ അല്ലാഹ്.
വരും വർഷങ്ങളെ നല്ല രീതിയിൽ സ്വീകരിക്കാൻ ആഫിയത്തും സന്മനസ്സും ബോധവും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഈ അബദ്ധ സഞ്ചാരങ്ങളുടെ മേച്ചിൽപ്പുറങ്ങളിൽ യാത്ര തിരിക്കുന്ന വലിയൊരു സമൂഹത്തിൻ്റെ ആ വഴിതെറ്റിയ അവസ്ഥയിൽ പോകാതെ നല്ല ധാർമ്മികതയിലൂടെ നീങ്ങാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്കും ഭാര്യമാർക്കും കുടുംബത്തിനും തോഫിക്ക് നൽകണമല്ല. ഞങ്ങൾ വേർപെട്ടു പോയ ആളുകളുടെ ഖബറിനെ നീ സ്വർഗ്ഗപ്പൂന്തപ്പാക്കി കൊടുക്കുന്ന റഹ്മാനെ. മഅഫറത്തും റഹ്മത്തും നൽകണേ അല്ലാ. ഹിസാബ് എളുപ്പാക്കി തന്നെ റബ്ബേ. ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാ.